ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സുഹൂറിൻ്റെ സമയത്താണ്. ഇപ്പോൾ സമയം ഒരു 2:30 AM ആണ് കേട്ടോ. അതായത് 2:30 AM തന്നെ നമ്മൾ എണീറ്റിട്ടുണ്ട്. അതെന്താ കാര്യം എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. അത്രയും നേരത്തെയാണ് നമ്മൾ എണീറ്റിട്ടുള്ളത്. അപ്പോൾ സുഹൂറിൻ്റെ സമയത്താണ് എണീറ്റിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. എന്തായാലും നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ആക്കാനും പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് റെസിപ്പീസും ഒക്കെ ഞാനിതിൽ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഗായ്സ്, ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. താങ്ക് യു. പിന്നെ പറയാനുള്ളത്, ഇഫ് യു ഹാവ് ലൈക്ക് മൈ വീഡിയോസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ. കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളൊരു ന്യൂ വ്ളോഗറാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അതുപോലെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടിക്ക് പോവുകയാണ്. ബ്രഷ് ചെയ്ത് തഹജ്ജുദൊക്കെ നമസ്കരിച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാൻ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഞാൻ 2:30 എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ അത്രയും നേരത്തെയാണ് എണീറ്റിട്ടുള്ളത്. എണീക്കാന്ന് പറയാൻ പറ്റില്ല, ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കാണാം. വീഡിയോ അത്യാവശ്യം ലെങ്തി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി ചില സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എഴുതുന്നത് വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചും വീഡിയോൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുകയാണ്. അതുപോലെ തന്നെ നാളെ എന്ത് ഫുഡ് ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ എപ്പോഴും വളരെ അധികം ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് ഒരു കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. നമ്മൾ ആദ്യം തന്നെ പ്രിപ്പറേഷൻസൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ ഓൾറെഡി അത് മനസ്സിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റാറുണ്ട് കേട്ടോ. എൻ്റെ കാര്യം അങ്ങനെയാണ്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇത്രയും നേരത്തെ എണീക്കുന്നതുകൊണ്ട് തന്നെ, ഒന്നാമത് നമ്മൾ സൗദിയിലായതുകൊണ്ട് തന്നെ രാത്രി ഉറക്കം വളരെ കുറവാണ്. പിന്നെ നമ്മൾ ഉറങ്ങുന്നത് കാര്യമായിട്ട് രാവിലെ തന്നെയാണ് കേട്ടോ. സുബഹ് നമസ്കരിച്ച ശേഷം ഉറങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ നല്ല ലേറ്റായിട്ടായിരിക്കും എണീക്കുക. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഉറങ്ങുന്നത്. അത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ നമുക്ക് സുഹൂറിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒത്തിരി സമയം കിട്ടും. ഉറക്കത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാനിങ്ങനെ വന്നിട്ട് കഴിഞ്ഞ ഇഫ്താറിന് നമ്മൾ കഴിച്ചിരുന്ന സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ, ചെറിയ സ്നാക്സ് ഐറ്റംസൊക്കെ ബാക്കി ഇരിപ്പുണ്ട്. സ്നാക്ക് ഐറ്റംസൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഒരാൾ എൻ്റെ പിന്നാലെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഓക്കെ, അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. സംഭവം ഇത് ഇഫ്താറിന് കഴിച്ച പാത്രങ്ങളാട്ടോ. ഞാൻ അവിടെ, എല്ലാവർക്കും അറിയാമല്ലോ, ഇഫ്താർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ടയർഡ്നെസ് ആയിരിക്കും. ഇഫ്താർ വരെ നല്ല ഉഷാറിൽ പണിയൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞ് എന്തെങ്കിലും അകത്തോട്ട് വിട്ടാൽ പിന്നെ ഒന്നിനും വയ്യ. ആ ഒരു ഇമോഷനായിരിക്കും. അതിന് എല്ലാവർക്കും ഒരുപോലെ നമ്മൾ മൈൻഡിൽ ഓൾറെഡി അങ്ങനെയാണെന്നൊക്കെ വെച്ച് മൈൻഡിൽ വെക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ആ ഒരു ഇമോഷൻസ് കാരണം നമുക്ക് ഒന്നിനും കഴിയില്ല. അപ്പം നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇട്ടിട്ട് പോയ പാത്രങ്ങളാണ്, അതൊക്കെ ഞാൻ കഴുകി വെച്ചു. ഇപ്പം ഞാൻ തുടച്ച് വെക്കാം കേട്ടോ. എനിക്ക് എത്ര ടയർഡ്നെസ് ഉണ്ടെങ്കിലും പാത്രങ്ങൾ കഴുകി അത് തുടച്ച് വെച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കത് തുടച്ചിട്ട് വെക്കണം. അപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ആവുള്ളൂ. അങ്ങനെ ആയിപ്പോയി.
അങ്ങനെ ചെയ്യുക കേട്ടോ. കാരണം നല്ലൊരു ഇതാണ്, കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഈ പാത്രങ്ങൾ എടുത്തു വെക്കുന്ന സ്ഥലങ്ങളിലൊന്നും വെള്ളമോ കാര്യങ്ങളോ ഒന്നും ആവില്ല. പിന്നെ എന്തോ നല്ലൊരു വൃത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്ലോത്ത് തന്നെ എടുക്കുക കേട്ടോ, ഇങ്ങനെ റെഡിയാക്കി തോത്തി വെക്കാനായിട്ട്. എനിക്ക് ഈ വോയിസ് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ പറയുന്ന വാക്കുകൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. എന്താണെന്നറിയില്ല, എപ്പോഴുള്ളതാണ്. എല്ലാവരും ക്ഷമിക്കുക. പിന്നെ നമ്മൾ ഇഫ്താറിനൊക്കെ അല്ല സുഹൂറിനൊക്കെ, ഞാൻ പറഞ്ഞില്ലേ വാക്കിലെന്തോ പ്രശ്നം വരുന്നുണ്ടെന്ന്, സോറി. നമ്മൾ സുഹൂറിൻ്റെ സമയത്ത് എണീറ്റിട്ട് രാവിലെ മുതലേ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് ഓരോ പണി ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പിന്നിൽ അതിൻ്റേതായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട പണി ചിലപ്പോൾ 2-3 മണിക്കൂറാവുന്നുണ്ട്. അതുപോലെ എഡിറ്റിങ്, നമ്മൾ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ച് ടയേർഡായി ഒന്ന് കിടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഒത്തിരി എഡിറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 2-3 മണിക്കൂർ നമ്മൾ എഡിറ്റിങ്ങിൻ്റെ ബാക്കിലിരിക്കണം. എന്നിട്ട് എഡിറ്റ് ചെയ്ത് ഒക്കെയാണ് നിങ്ങളെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാട് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് ഇടാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ പിന്നിൽ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അൽഹംദുലില്ലാ, എന്നാലും കുഴപ്പമില്ല. നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. എപ്പോഴും ഇങ്ങനെ ടയേർഡായിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ലൈഫല്ലല്ലോ. എപ്പോഴും ബിസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഭയങ്കര ആക്റ്റീവായിരിക്കണം, പ്രൊഡക്റ്റീവായിരിക്കണം. എനിക്ക് അതിലൊക്കെ തന്നെയാണ് ഇഷ്ടം. അല്ലാണ്ട് ഇങ്ങനെ ചത്തുമൂടി പൊതിച്ച് കിടക്കുക എന്നുള്ളതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. നോമ്പാണെങ്കിലും അല്ലെങ്കിലും അതെന്നെ ഭയങ്കരമായിട്ട് ലേസി ആക്കും, എൻ്റെ മൈൻഡും ബോഡിയും മൊത്തത്തിൽ. അപ്പം അതെനിക്കിഷ്ടമല്ല. അപ്പോൾ എല്ലാവരും മാക്സിമം പ്രൊഡക്റ്റീവ് ആവാനായിട്ട് നോക്കുക. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സുഹൂറിനുള്ള ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനാണ് ഞാൻ 2:30ക്ക് തന്നെ ഫ്രഷായി വന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഓൾറെഡി ഞാൻ വറുത്തരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കാര്യം എനിക്ക് കുറച്ച് പണി കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ഓൾറെഡി വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചിക്കൻ കറിക്കുള്ള ഉള്ളി, തക്കാളി കാര്യങ്ങളൊക്കെ അരിഞ്ഞ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വലിയ ജീരകം, അതുപോലെ 2-3 ഏലക്കായി, പിന്നെ ഗ്രാമ്പൂ, പട്ട, ഇങ്ങനെയുള്ള കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഓണിയനും സാൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക, ടൊമാറ്റോ ആഡ് ചെയ്യുക. ഇതൊക്കെ പിന്നെ പൊടികളെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ട് ഉണ്ട്. കറിവേപ്പില ആഡ് ചെയ്യുക. അപ്പം ഇതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഓൾറെഡി, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് നോക്കിയിട്ട് ട്രൈ ചെയ്യുക. സുഹൂറിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു കറിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പലർക്കും അതൊരു മടിയായിരിക്കും. ഇപ്പം നമ്മൾ ഈവൻ സൗദിയിലായതുകൊണ്ട് നമ്മൾ ഉറങ്ങാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കരുത് കേട്ടോ. കാരണം നമുക്ക് നല്ല ടയർഡ്നെസ് ഉണ്ട്. ഇപ്പം കിടന്നാൽ ഉറങ്ങുന്നുള്ള അവസ്ഥയിലായിട്ടും നമ്മൾ ഉണ്ടാക്കുകയാണ്. അതും വീഡിയോ എടുത്തുകൊണ്ട് ഒത്തിരി കഷ്ടപ്പാടുണ്ട് പിന്നിൽ. അപ്പം നിങ്ങൾ മാക്സിമം കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായാൽ അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്രേ ആലോചിച്ചാൽ മതി. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ സൗദിയിലുള്ള ആൾക്കാരാണെങ്കിൽ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഷോപ്പിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് വാങ്ങിക്കുക. അടിപൊളി സാധനം കേട്ടോ. ഇതെന്തിൽ ആഡ് ചെയ്താലും നല്ല ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യലുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്ത് കറിയിലാണെങ്കിലും, ഇനിയിപ്പോൾ ബീഫ് പുരട്ടാനാണെങ്കിലും ചിക്കൻ ഗ്രേവി ആക്കാനാണെങ്കിലും എന്തിലാണെങ്കിലും ഈ ഒരു പേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് തരാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. ഇവിടെ ഉള്ളവർ വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ കറിയിലേക്കുള്ള പൊടികൾ ആഡ് ചെയ്യാണ്. മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ഗരം മസാലയുണ്ട്, പിന്നെ കുരുമുളക് പൊടിയുണ്ട്, കുറച്ച് ചിക്കൻ മസാലയുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ വെന്ത് അതായത് തിളച്ച് വന്ന ശേഷം നമുക്ക് തേങ്ങ അരച്ച പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ, തിളപ്പിച്ചെടുക്കാം കേട്ടോ.
പിന്നെ നോമ്പിന് ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് നോമ്പ് 30 നോമ്പ് കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തരാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ നോമ്പിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കും, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്, അതുകൊണ്ട് ഒത്തിരി നേരം ഇങ്ങനെ കിടക്കാം. ആ കിടത്തത്തിൽ നമ്മളിങ്ങനെ ആലോചിച്ച് അങ്ങനെ കിടക്കും. ചിലപ്പോൾ നമുക്ക് ളുഹർ നഷ്ടപ്പെടാം, അസർ നഷ്ടപ്പെടാം. അപ്പോൾ നമുക്കിങ്ങനെ ഒന്നും നോക്കാണ്ട് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. അതൊന്നും ചെയ്യാണ്ട് എന്ത് ചെയ്യുക, നമ്മൾ സുഹൂറിന് എണീറ്റാൽ, സുബഹ് നമസ്കരിച്ച് കിടന്നാൽ കുറച്ച് നേരം നിങ്ങളെ ഒരു ക്ഷീണം മാറുമ്പോഴത്തേന് നിങ്ങൾക്ക് കിടക്കാം. കിടന്നിട്ട് ളുഹറിൻ്റെ മുമ്പായിട്ട് എണീച്ചിട്ട് എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ ഒരു ടിപ്സ് പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ കൂട്ടിയാൽ മതി. എൻ്റേതായിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാണ്. അതിനുശേഷം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞ് നമസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക. അങ്ങനെ നമ്മൾ ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കാനോ അങ്ങനെ ഒരു പൈശാചികമായിട്ട് കിടക്കാനോ ഒന്നും നിൽക്കരുത്. നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആവാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യുക. കുക്കിങ്ങിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ കുക്കിംഗ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് എഴുതാൻ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ റമളാൻ ഒരിക്കലും നിങ്ങൾ സമാധാനം ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ആരെങ്കിലുമൊക്കെ പറ്റി പറഞ്ഞ് അതൊന്നും ആവശ്യമില്ല. നമ്മൾ ഒരാളെ പറ്റി അയാൾ മോശമാണ്, അയാൾ ചിലപ്പോൾ നിങ്ങളെ പറ്റി ഒന്നും ഓർക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. വെറുതെ അയാളെ പറ്റി കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനൊന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ നമ്മളതായിട്ടുള്ള ജീവിതം നയിക്കുക, അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മൾ നമ്മളുടേതായിട്ട് പോവുക, മറ്റുള്ളവരിലേക്ക് നോക്കാണ്ടിരിക്കുക. പിന്നെ മറ്റുള്ളവർക്ക് അതുണ്ട് ഇതുണ്ട് എന്നുള്ളത് ചിന്തിക്കാതിരിക്കുക. നമുക്ക് എന്താണോ ഉള്ളത് അതിൽ ഹാപ്പി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് ഉള്ളതിൽ അൽഹംദുലില്ലാ പറഞ്ഞിട്ട്, നമ്മൾ ഉള്ളതിൽ അൽഹംദുലില്ലാ പറയുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യുക കേട്ടോ. ഞാനിത് ഇങ്ങനെ മോട്ടിവേഷനായിട്ട് പറയുന്നതല്ല, എൻ്റെ ഒരു ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠം പറയുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളതിൽ അൽഹംദുലില്ലാ പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാണ്ട് സമാധാനത്തോടെ പോകാൻ വേണ്ടിയിട്ട് നോക്കുക. നോമ്പിന് ഏറ്റവും കൂടുതൽ ആക്റ്റീവും പ്രൊഡക്റ്റീവും ആവാനായിട്ട് നോക്കുക. നമ്മളെ സമയം നമ്മൾ പ്രാർത്ഥനകളിലും കുക്കിങ്ങിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആവാൻ പറ്റിയ എന്തിലൊക്കെയാണോ അതിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ ഒത്തിരി ലെങ്തി ആയതുകൊണ്ട് തന്നെ സ്പീഡ് കാണിച്ചുകൊണ്ട് നമ്മളിവിടെ ക്യൂ ആയിട്ട് എത്തിപ്പോയിട്ടുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും അങ്ങനെ സുഹൂറിൻ്റെ ഫുഡ് നിങ്ങൾ കണ്ടല്ലോ, ഓട്സ്, അതുപോലെ ഒരു കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ എന്താ ചോറുണ്ടായിരുന്നു, സാധാ ചോറും കറിയും, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സുഹൂറിൻ്റെ ഫുഡ് കംപ്ലീറ്റ് കഴിച്ച ശേഷം നമ്മൾ സുബഹ് നമസ്കരിച്ച് നേരെ കിടന്നുറങ്ങി. കുറച്ച് നേരം ഖുർആൻ ഓതിയതിനു ശേഷം നമ്മൾ കിടന്നുറങ്ങി. അങ്ങനെ ഇപ്പം നമ്മൾ ളുഹറിന് മുമ്പായിട്ട് എണീറ്റു. ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ എണീറ്റപ്പോൾ. അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലോട്ട് വന്നിട്ട് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, സുഹൂറിൻ്റെ പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ച ശേഷം നമ്മൾ കുളിയും കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും നമ്മൾ അടുക്കളയിലോട്ട് വരുന്നത്. ഇന്ന് ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട്, പിന്നെ കൂടെ വീഡിയോയും കൂടി എടുക്കുന്നതല്ലേ, അപ്പോൾ കുറച്ച് സമയം കൂടുതൽ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ അടുക്കളയിലോട്ട് വന്നതാണ്. ചിലപ്പോൾ ഞാൻ അസറിന് ശേഷമാണ് വരാറ്, ചിലപ്പോൾ ളുഹറിൻ്റെ കുറച്ച് മുമ്പായിട്ട് വരും. അതൊക്കെ നമ്മുടെ കിച്ചണിൽ എന്തൊക്കെ ഉണ്ടാക്കാനുണ്ട് അതിനനുസരിച്ചാണ് കേട്ടോ. അല്ലാത്ത സമയം ഞാൻ ഖുർആനോത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കി എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പം നമ്മൾ എന്തായാലും അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അടുക്കളയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിക്കൻ വെള്ളത്തിലിടല്ല, ചിക്കൻ ഓൾറെഡി ഞാൻ ചെറുതായിട്ട് തണുപ്പൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവളെന്ന് വിളിക്കാമല്ലേ, ഇവളെ നമുക്ക് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ ഉള്ളി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നത്
പൊട്ടാറ്റോ എടുത്തിട്ട് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് നമ്മൾ പുഴുങ്ങാനായിട്ട് വെക്കാണ് കേട്ടോ. കുക്കറിൽ ഒരു 3-4 വിസിൽ അടിക്കുന്നവരെ നമ്മൾ വെക്കുന്നുണ്ട്. ഞാനൊരു 4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളത് പുഴുങ്ങാനായിട്ട് വെക്കാണ്. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഒരു 4 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ചിക്കൻ റോളും പിന്നെ പപ്സ് പോലെയാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പപ്സ് അല്ല, അതിന് എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കന് പൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതേപോലെ മുട്ട ഓൾറെഡി ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എഗ്ഗ് ബോയിൽ ചെയ്തതും പിന്നെ അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തതും വെച്ചിട്ടാണ് നമ്മളിന്ന് സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് റസ്ക് പൊടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ റസ്ക് പൊടിച്ചെടുക്കാം. ഓക്കേ, ചിക്കനും എഗ്ഗും നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ബോയിൽ ചെയ്ത എഗ്ഗും അതുപോലെ ചിക്കനും രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാക്കിയാൽ മതി. ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒണിയന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒണിയന് വഴറ്റിയെടുക്കാൻ പറയുമ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ, ചിക്കൻ പൊരിച്ച ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി, അതായത് വലിയ ഉള്ളി ഇട്ടിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനിടയ്ക്ക് തന്നെ നമ്മൾ പൊട്ടാറ്റോ നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഞാൻ. അത് രണ്ടിലേക്കും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടിലേക്കും, അതായത് ചിക്കനിലേക്കും എഗ്ഗിലേക്കും പാകത്തിന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഉള്ളിയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ ഈ മസാലയും ഈ പറഞ്ഞ രണ്ട് പാത്രത്തിലേക്കും, അതായത് ബോയിൽഡ് എഗ്ഗിലേക്കും ചിക്കനിലേക്കും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് മയോണൈസും രണ്ടിലേക്കും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ മിക്സ് ഇറ്റ് വെൽ, നന്നായിട്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ എല്ലാം കൂടി ഒരുമിപ്പിക്കുക. ആ ഉള്ളിയുടെ, നമ്മൾ വാട്ടിയെടുത്ത ഉള്ളിയുടെ ആ ഒരു ഇതും മറ്റതും എല്ലാം കൂടി ഒരുമിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക രണ്ടും കേട്ടോ. ഇതിൽ നമ്മൾ ചിക്കൻ്റെ മിക്സ് വെച്ചിട്ട് നമ്മൾ ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ചിക്കൻ റോൾ എന്ന് പറയുമ്പോൾ ചെറിയ മിനി ചിക്കൻ റോളാണ് കേട്ടോ. പിന്നെ നമ്മൾ എഗ്ഗിൻ്റെത് വെച്ചിട്ട് നമ്മൾ എഗ്ഗും പിന്നെ നമ്മുടെ സമൂസയുടെ മറ്റേ പതിറില്ലേ, സമൂസ ഉണ്ടാക്കുന്നത്, അത് വെച്ചിട്ട് നമ്മൾ ഒരു പപ്സ് പോലെ, എന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. ഞാൻ തന്നെ ഞാൻ തന്നെ കണ്ടെത്തിയ റെസിപ്പി ആയതുകൊണ്ട് പേരിടാൻ എനിക്കറിയില്ല. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ ചിക്കൻ റോള് മസാല ഒക്കെ സെറ്റാക്കി വെക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എഗ്ഗ് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതും പിന്നെ റസ്ക് പൊടിയുണ്ട്, റസ്കും ബ്രെഡും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി പൊടിച്ചതും ഉണ്ട്. അപ്പം നമുക്ക് രണ്ടും മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ 2 ടിപ്സ്
ടിപ്സ് ഞാൻ പറഞ്ഞു തരാമെന്ന്. അതിൽ ഒന്നാമത്തെ ടിപ്പ് ഞാൻ പറഞ്ഞു തന്നു, നമ്മൾ തന്നെ എപ്പോഴും ആക്റ്റീവാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എവിടെയും ഇങ്ങനെ ചത്തുകൂടി കിടന്നുറങ്ങരുത്. അതുപോലെ എന്തിനെക്കുറിച്ച് ചിന്തിക്കാണ്ട് നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അതിൽ ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റുള്ളവരിലേക്ക് നോക്കാണ്ടിരിക്കുക. മറ്റുള്ളവരെങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കാര്യം എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാണ്ടിരിക്കുക. നമ്മളെങ്ങനെയാണോ നമ്മളെ ലൈഫ് എന്താണോ അതിൽ ഹാപ്പിയായി അൽഹംദുലില്ലാ പറഞ്ഞിട്ട് മുന്നോട്ട് പോവുക. അതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് നമ്മൾ പറഞ്ഞു തന്നിരുന്നത്. ഇത് രണ്ടാമത്തെ ടിപ്പാണ് കേട്ടോ. രണ്ടാമത്തെ ടിപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മളെ മെൻ്റൽ ഹെൽത്ത് നന്നായിട്ട് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഗ്രോ ചെയ്യാനുള്ളൊരു ടിപ്പാണ്. അപ്പം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തൊക്കെ നന്നായിട്ട് റിഫ്രഷിങ് മൈൻഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ തന്നെ എപ്പോഴും നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത് നമ്മളെ സെൽഫ് നമ്മളെപ്പോഴും നോക്കുക. അതായത് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ നിങ്ങൾ എങ്ങനെയാണോ നന്നായിട്ടൊരു അല്ലെങ്കിൽ ചിലർക്കുണ്ടാവും നല്ലൊരു നാച്ചുറലായിട്ട് പ്രകൃതിയിലേക്ക് നോക്കിയിരുന്നാൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ചിലർക്ക് നല്ല സ്മെല്ല് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ചിലർക്ക് നന്നായിട്ടൊന്ന് കുളിച്ചാൽ വരെ ഹാപ്പി ആവും. പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടി അത് ചെയ്യില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ നമ്മളെ വിട്ടുപോകും. അപ്പം അങ്ങനെ ചെയ്യേണ്ടിയിരിക്കുക കേട്ടോ. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. ആദ്യം നമ്മൾ നമ്മുടെ റെസിപ്പിയെക്കുറിച്ചൊന്ന് പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ റോൾ ഓൾറെഡി അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ പപ്സ് എന്നൊക്കെ പറയുക, എന്താ പേര് പറയാൻ എനിക്കറിയില്ല. ഇതാണ് കേട്ടോ. നമ്മൾ 2 പതറെടുത്തിട്ട്, അതായത് സമൂസയുടെ പതറെടുത്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് വെച്ചിട്ട് അതിൽ നമ്മുടെ എഗ്ഗിൻ്റെ മസാല നമ്മൾ നിറക്കാണ് കേട്ടോ. എഗ്ഗിൻ്റെ മസാല ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ റെസിപ്പി. അത് നമ്മൾ നിറച്ചിട്ട് നമ്മൾ മൈദപ്പൊടി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കി വെക്കാൻ. ഇനി ഇത് ശരിക്കും നമുക്ക് ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഓവനിൽ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പക്ഷേ എൻ്റെ കയ്യിൽ ഓവൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സാധാ എണ്ണയിലിട്ട് തന്നെയാണ് ഫ്രൈ ആക്കുന്നത്. അത് എണ്ണ കുടിക്കാത്ത രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് എണ്ണ തിളച്ച ശേഷം നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഒറ്റ പ്രാവശ്യം അതിലേക്ക് ഇടുന്നു, മറിച്ചിടുന്നു, എടുക്കുന്ന സമയത്ത് നന്നായിട്ട് എണ്ണ വറ്റിച്ചിട്ട് എടുത്തിട്ട് 2-3 ടിഷ്യൂ പേപ്പർ ഇങ്ങനെ എന്ത് ചെയ്യുക, നിരത്തി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ സംഭവം വെച്ച് കൊടുക്കുക. ഒട്ടും എണ്ണ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കഴിച്ച് കഴിഞ്ഞ ശേഷമാണല്ലോ വോയിസ് കൊടുക്കുന്നത്. ഒട്ടും എണ്ണ പിടിച്ചിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ആർക്കും തികഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ എങ്ങനെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഓരോ സ്നാക്ക് ഉണ്ടാക്കുന്നതും 2 ഉണ്ടാക്കി കാണിച്ചു തരുന്നുണ്ട്. ചിക്കൻ റോള് 2 ഉണ്ടാക്കി കാണിച്ചു. ഇതും ഞാൻ 2 ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഓവറോൾ ഒരു സ്നാക്സിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത് ഞാൻ കാണിച്ചല്ലോ. ഇനി നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കണ്ടില്ലേ, നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഒറ്റ പ്രാവശ്യം ഇട്ട് കൊടുക്കുക. അത് നേരെ പെട്ടെന്ന് തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുത്ത ശേഷം നമ്മളത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റും. ഒട്ടും എണ്ണ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഓൾറെഡി നമ്മളൊരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇതിടുന്നത്. ടിഷ്യൂ പേപ്പർ നന്നായിട്ട് എണ്ണ വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് എണ്ണ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ റോളും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിനി മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറയാം. നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. കാരണം വീഡിയോ നമ്മൾ പറയുന്നിടത്ത് നിൽക്കില്ല, അതേപോലെ ഉണ്ടാക്കുന്നിടത്ത് പറയാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറയുന്നത്. എന്തായാലും നിങ്ങളൊന്ന് സഹകരിക്കാം കേട്ടോ. അപ്പം നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ മൈൻഡ് ഹാപ്പി ആവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതായത്
ചിലർക്ക് നമ്മളെ തന്നെ നോക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതായത് നമ്മൾ നന്നായിട്ട് കുളിച്ച് ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത്. അതിനിപ്പോൾ ഈവൻ വീട്ടിലാണെങ്കിൽ പോലും പുറത്ത് പോവുകയാണെങ്കിൽ പോലും നല്ല ഡ്രസ്സും കാര്യങ്ങളും ഇടുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയ സ്നാക്സ് ഇവിടെ കാണിക്കുന്നുണ്ട്, അതൊന്ന് കണ്ടോളൂ കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുന്തിരി അണ്ടിയൊക്കെ എന്ത് വറുത്ത് കോരിയിട്ടുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് നെയ്ച്ചോറും ചിക്കൻ ഗ്രേവിയും ചിക്കൻ കറിയും പിന്നെ സ്നാക്സ് ഐറ്റംസുമാണ്. അപ്പോൾ എല്ലാം ഉണ്ടാക്കി ഞാനൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. നല്ല ടയർഡായിട്ടുണ്ടെന്ന്, ഭയങ്കര ടയർഡ്നെസ് ഉണ്ട്. നിങ്ങൾക്ക് എന്നെ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല, ഞാൻ ഒരു ഭാഗത്ത് തളർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പ്രൊഡക്റ്റീവ് ആവാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മൾക്ക് ചിലപ്പോൾ നമ്മളെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മൾ നമ്മളെ നോക്കണം. എന്നിട്ടും ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുക. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ നോക്കാൻ സമയമില്ലാണ്ട് അല്ലെങ്കിൽ നമ്മളെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ര വലിയ സാറ്റിസ്ഫൈ ആവില്ല. നമ്മളെ മെൻ്റൽ ഹെൽത്ത് കുറച്ച് ഡൗൺ ആയി പോകും. അതുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, കൂടെ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ഇഫ്താർ ആയിരുന്നു കേട്ടോ. നമ്മൾ നോമ്പ് തുറന്നു. അൽഹംദുലില്ലാ എല്ലാ സാധനങ്ങളും ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ നോമ്പ് തുറന്ന് എല്ലാം കഴിഞ്ഞ് നമസ്കാരം പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ, എല്ലാം കഴിഞ്ഞ് ഇനി ഞാനൊന്ന് കിടക്കാൻ പോവാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ, ലവ് യു ഓൾ.